ഇന്നലെ വൈറ്റ് ഹൗസിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാപ്പ് പറയുന്ന പ്രശ്നമേ ഇല്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അമേരിക്കൻ ജനതയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ അമേരിക്കൻ കോൺഗ്രസും എല്ലാം യുക്രൈന് നൽകിയ സഹായത്തിന് തങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞത്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് സെലൻസ്കി മാധ്യമങ്ങളോട് സംസാരിച്ചത്. താൻ ഒരു തെറ്റും ഡൊണാൾഡ് ട്രംപിനോട് ചെയ്തിട്ടില്ല എന്നും തൻ്റെ വാക്കുകൾ അത്തരത്തിലുള്ള യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നും ഉള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് വ്ളാഡിമിർ സെലൻസ്കി. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെടേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആണ് എന്നാണ് സെലൻസ്കിയുടെ ന്യായം. നേരത്തെ ഡൊണാൾഡ് ട്രംപ് താൻ പ്രസിഡൻ്റായാൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് പ്രസിഡന്റ് ആയതിനു ശേഷം അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് വേണമെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് സെലൻസ്കിയുടെ ന്യായവാദം. സെലൻസ്കി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ തങ്ങൾക്ക് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുമാണ്. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് പുടിൻ എന്നാണ് സെലൻസ്കി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ യുക്രൈനെ പിന്തുണച്ച് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ പിന്തുണയും സെലൻസ്കിക്ക് തന്നെയാണ്.